Hey guys, welcome back to our channel. Guys, അപ്പോൾ നമ്മൾ കുറേ കാലമായി ഒരു നല്ല ചാലഞ്ച് എല്ലാം ചെയ്തിട്ട് അല്ലേ അച്ഛാ? അതെ. ചെറിയ ചെറിയ ടെക്നിക്കൽ ഇഷ്യൂസ് എല്ലാം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ചാലഞ്ച് ഇത്രയും വൈകാൻ വേണ്ടി കാരണം. പക്ഷെ ഇന്ന് നമ്മൾ എന്തായാലും ഒരു വെറൈറ്റി ചാലഞ്ചുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചെയ്താലമ്മേ? ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ചാലഞ്ചാണ് ടെലിപ്പതി ചാലഞ്ച്. ഗൈസ്, അപ്പൊ ഈ ചാലഞ്ച് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതില് ഞാൻ പങ്കെടുക്കുന്നില്ല, പകരം അച്ഛനും അമ്മയായിരിക്കും പങ്കെടുക്കുന്നുണ്ടാവുക. അവര് പരസ്പരം എത്രത്തോളം മനസ്സിലാക്കി എന്നുള്ളതിന്റെ ഒരു 10 ക്വസ്റ്റ്യൻസ് ഞാൻ അവരോട് ചോദിക്കും. അവരില് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ആൻസേഴ്സ് എഴുതും, ആരൊക്കെ എന്തൊക്കെ എവിടെയൊക്കെ പരസ്പരം അറിയാന്നുള്ളത്. അപ്പൊ ഗൈസ്, നമുക്ക് നേരെ ചാലഞ്ചിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഈ വീട്ടിൽ രാവിലെ എണീക്കുന്നത് ആരാ ഫസ്റ്റ്? അച്ഛനോ? വിജയൻ. അത് രണ്ടുപേരുണ്ടാവുക? ഞാനാ ആദ്യം എണീക്കുന്നത്. ഞാനും എണീക്കും. ശേഷം 5 മണിക്ക് എന്താ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എവിടെയെങ്കിലും ഒരു സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് മറന്നു പോകുന്ന ആരാണ്? വെച്ച സ്ഥലം മറന്നു പോകുന്ന ആരാ? എഴുതിയാ? എന്താ? അച്ഛനെന്താ എഴുതിയ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫോണിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആരാ ഒരു കോള് വന്നിട്ടുണ്ടെങ്കിൽ? എന്റെ അല്ല, നിങ്ങളല്ലേ ഇത്. എന്റേത് വരുമ്പോ എന്റെ എഴുതിയാൽ മതി. അമ്മ ഇപ്പൊ അമ്മേന്റെ എഴുത്. ആരാ? അമ്മയോ? എന്തുകൊണ്ടാ? നാലാമത്തെ ക്വസ്റ്റ്യൻ, ആർക്കാണ് ഈ കൂട്ടത്തില് വേഗം ദേഷ്യം പിടിക്കുന്നത്? ദേഷ്യം കൂടുതൽ വരില്ല. ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ. ആരാണ് ഏറ്റവും കൂടുതൽ സമയം ഫോണിൽ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുന്നത്? അമ്മ നോക്കലില്ലേ? അമ്മ അതെന്നെ ഉടായിപ്പാണ്, നോക്കിയതില്ലേ? അച്ഛനെന്താ എഴുതിയേ? എന്താ? എല്ലാം നോക്ക. നീ തന്നെയാ കളിക്കുന്നേ. ഇത് പണി കഴിഞ്ഞില്ലെങ്കിൽ നീ തന്നെയാണ് കൂടുതൽ. ഗൈസ്, ഇവർ അടിയായിക്കൊണ്ടിരിക്കുന്നത്. മതി മതി മതി. പൈസ എല്ലാം അത്യാവശ്യം സേവ് ചെയ്ത് വെക്കുന്നത് ആരാ? എന്താ? സുജാത. നിങ്ങൾ രണ്ടാളിലും ഏറ്റവും ക്ഷമാശീലമുള്ളത് ആരാ? ഇതെല്ലാം അമ്മ അമ്മേന്റെ തന്നെ പറയുന്നത്. ഞാൻ എന്റേതാ ക്ഷമയുണ്ട്. ഗൈസ്, എന്നാ ഇവർ രണ്ടാളും അല്ല, ഞാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ ക്ഷമ എന്ന് പറയാൻ അറിയാം എനിക്ക്, പക്ഷെ ഇല്ല. ഈ വീട്ടിലെ ഫുഡെല്ലാം എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട് തിന്നുന്നത് ആരാ? എഴുതിയാ? സുജാത. അച്ഛൻ തിന്നലില്ല, അമ്മയാണ്. ഇത് കട്ട് തിന്നല്ല, അത് എടുത്തന്നെ. നീ കാണുകയല്ലേ ഇത് നിന്നത്, അത് കട്ട് തിന്നല്ല. എന്തായാലും കട്ട് തിന്നില്ലേ? അത് മക്കളെ നല്ലോണം നോക്കുന്നതാരാ? സുജാത. ഓക്കെ. പ്രപഞ്ചത്തിലെ പോരാളിയാണ് അമ്മ. വീട്ടില് വെറും പൊട്ടത്തരം ചെയ്തുകൊണ്ടിരിക്കുന്നവരാ? സ്വയം സമ്മതിച്ചൊരു പൊട്ടനാണ്. ഗൈസ്, അപ്പൊ ചാലഞ്ച് ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. അച്ഛനും അമ്മേനെ എത്രത്തോളം മനസ്സിലായി എന്നുള്ളത് ഇപ്പൊ മനസ്സിലായില്ലേ? എന്നാ ഒരു മാതൃകാ ഭാര്യയാണ്. അമ്മയോ? അമ്മക്ക് അച്ഛനോ? എന്നാ മാതൃകാ ഭർത്താവും ഭാര്യയും കൂടി ഒരു ഷെയ്ക്കാറ്റ് കൊടുക്ക്. അപ്പൊ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റ്സും താഴെ തന്നെ അറിയിക്കുക. ഓക്കെ, അതുവരേക്കും ബൈ.